ഹലോ ഗൈസ്, അപ്പോഴത്തേന് ഞങ്ങൾ ഇപ്പം ട്രെയിനിലാണ് ഇരിക്കുന്നത്. അമ്മ അവിടെ കിടക്കുകയാണ്. അപ്പം അമ്മ എന്താണെന്ന് വെച്ചെങ്കിൽ ഇപ്പോൾ ട്രെയിനിൽ ഞാനും അമ്മയും അച്ഛനും എൻ്റെ കുഞ്ഞൂടെ ഞങ്ങൾ അമൃത ഹോസ്പിറ്റലിൽ പോവാണ്. കാരണം ഇന്നലെ എനിക്കൊരു മരുന്ന് തന്നായിരുന്നു. ആ മരുന്നിൻ്റെ ഇത് ഞാൻ കാണിക്കാം. നാളെ ഒരു വീഡിയോ ഇടുമ്പോഴത്തേനും നെക്സ്റ്റ് വീഡിയോയിൽ കാണിക്കാം. ബാഗിലിരിക്കുക, അതുകൊണ്ടാണ്. അപ്പോഴത്തേന് കഴിഞ്ഞ ദിവസം ഇന്നലെ ഹോസ്പിറ്റലിൽ പോയപ്പോഴത്തേനും അവിടെ നിന്ന് എനിക്കൊരു ടോണിക്കും എനിക്ക് വേദന എന്ന് പറഞ്ഞ കാരണം, നെഞ്ച് വേദന വയറുവേദന എന്ന് പറഞ്ഞ കാരണം ഒരു ടോണിക്കും ഒരു ടാബ്ലറ്റും തന്നായിരുന്നു. ആഹാരത്തിന് മുമ്പ് കഴിക്കാനുള്ള ഗുളികയും പിന്നെ ആഹാരം കഴിച്ച് കഴിഞ്ഞിട്ട് രാത്രി കഴിക്കാനും ഉണ്ടായിരുന്നു. അപ്പോൾ ആഹാരം കഴിച്ച് കഴിഞ്ഞാൽ അരമണിക്കൂർ കഴിഞ്ഞാൽ ഫുഡ് കഴിക്കാവൂ എന്നൊക്കെ പറഞ്ഞായിരുന്നു. അപ്പോൾ അത് എനിക്ക് ഞാൻ പറഞ്ഞിട്ട് റൂൾസൊക്കെ ചെയ്ത് നടക്കുകയൊക്കെ ചെയ്ത് മരുന്ന് കഴിച്ച് കഴിഞ്ഞ് നടക്കണം, ആഹാരം കഴിച്ച് കിടക്കരുത്, തല പൊക്കി വെക്കണം, ഇതെല്ലാം ഞാൻ ചെയ്തു. രാവിലെ ആയപ്പോഴത്തേനും എനിക്ക് ബോധമില്ലാതെ കിടക്കുകയെന്നാണ് അമ്മ പറഞ്ഞത്. അവർ വിളിച്ചിട്ട് എണീക്കുന്നില്ല. രാത്രി കിടന്നത് പിന്നെ രാവിലെ അതിനിടയ്ക്ക് എണീക്കുകയൊന്നും ചെയ്തില്ല. രാവിലെ അമ്മ വന്ന് അച്ഛൻ വിളിച്ചപ്പോഴത്തേനും എണീക്കുന്നില്ല. അപ്പോഴത്തേനും അച്ഛൻ വിളിച്ച് ഞാൻ ഉറങ്ങിയിരിക്കും, കൂടെ ഉറങ്ങട്ടെ. അപ്പോൾ അമ്മ എന്നെ 8 മണിക്ക് വിളിക്കണം. എനിക്ക് കറക്റ്റിന് 6 നേരം ഫുഡ് കഴിക്കണം. എനിക്ക് കാരണം എല്ലാവരും 3 നേരം കഴിക്കുന്നത്, എനിക്ക് 6 നേരമായിട്ട് കഴിക്കണം, അങ്ങനെയാണ് പറഞ്ഞത്. അപ്പോഴത്തേനും രാവിലെ അച്ഛൻ വിളിച്ച് ഉറങ്ങുമായിരിക്കും. അങ്ങനെ അമ്മ വന്ന് വിളിച്ചപ്പോൾ എണീക്കുന്നില്ലായിരുന്നു, രാവിലെ ബോധം ഇല്ലായിരുന്നാണ് പറഞ്ഞത്. അങ്ങനെ കുറേ കഴിഞ്ഞപ്പോഴത്തേനും കണ്ണൊക്കെ തുറന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും ഇതുപോലെ വയറുവേദനയൊക്കെ ഭയങ്കര കരച്ചിലായിരുന്നു. പിന്നെ ഉച്ചയൊക്കെ ആയപ്പോഴത്തേനും ശരിയായി. അങ്ങനെ ഞങ്ങൾ ഇവിടെ നിന്ന് ആദ്യം മെഡിക്കൽ കോളേജിൽ അവരുടെ ഒരു ഡേറ്റ് നീട്ടി വെക്കുക, സർജറി എന്ന് പറഞ്ഞിട്ട്. അവർക്കിപ്പോഴും കണ്ടുപിടിക്കാൻ പറ്റില്ല എൻ്റെ അസുഖം എന്താണെന്നുള്ള. ആദ്യം ടെസ്റ്റുകൾക്കൊക്കെ ഹെർണിയ എന്ന് പറഞ്ഞൊരു അസുഖമാണ്, പക്ഷേ അവർക്ക് ഉറപ്പില്ല. മാനോമെട്രിക് ടെസ്റ്റിൽ ഹെർണിയയല്ല, അന്നനാളത്തിന് അനക്കമില്ല, അങ്ങനെയാണ് പറഞ്ഞത്. അപ്പം ഇപ്പോൾ എന്തോ ഇവരിങ്ങനെ പറയുന്നു, എന്താണെന്ന് അറിയത്തില്ല. ഇപ്പോഴത്തേന് ഞാനും അമ്മയും അച്ഛൻ ഞങ്ങളെല്ലാം കൂടെ പോകുന്നു അമൃത ഹോസ്പിറ്റലിലോട്ടാണ്. അപ്പം കേരളത്തിലെ ബെസ്റ്റ് ഹോസ്പിറ്റൽ അമൃത ഹോസ്പിറ്റലാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പം എല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, നല്ലതുപോലെ വരാൻ പ്രാർത്ഥിക്കുക. ഓരോ ദിവസം കഴിയുന്തോറും വേദന കൂടിക്കൂടി വരും. അപ്പോൾ അതുകൊണ്ടാണ് ഞങ്ങൾ അങ്ങോട്ട് പോകുന്നത്. ബാക്കി വിശേഷങ്ങൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോ കാണാം. അപ്പോൾ എനിക്കിത് പറയണം തോന്നിയ അങ്ങനെ തോന്നി, അതുകൊണ്ടാണ് പറഞ്ഞത്. ഒരു ടോണിക്കിൻ്റെ ഞാൻ ഫോട്ടോ കാണിച്ചു തരാം. അപ്പോൾ അതിനെപ്പറ്റി ഗൂഗിളൊക്കെ സെർച്ച് ചെയ്തിട്ടാണ് അത് കഴിച്ചത്. ഞാനത് നെക്സ്റ്റ് വീഡിയോയിൽ ആ ടോണിക്കിൻ്റെ ഫോട്ടോ ഞാൻ കാണിച്ചു തരാം. ബൈ.